അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാവും ദിനവുമാണ് ബറാഅത്ത് രാവും ബറാഅത്ത് ദിനവും. ബറാഅത്തിൻ്റെ രാവിൽ 3 യാസീൻ ഓതണം എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരു വർഷത്തെ കാര്യങ്ങൾക്ക് അതിനോടനുബന്ധിച്ച് ജീവിതത്തിൻ്റെ ഇരുമേഖലകളെയും, ഭൗതിക ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യവും കൂടിയാണ്. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് ആ ഓതുന്ന വ്യക്തിയുടെ ദീർഘായുസ്സിന് വേണ്ടിയാണ്. ഒന്നാമത്തെ യാസീൻ തൻ്റെ ആയസ് ദീർഘിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ കരുതേണ്ടത് റിസ്ക് അത് വിശാലതയാകാൻ വേണ്ടി, റിസ്കിനെ വിശാലമായി കിട്ടാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് ഓതുന്ന ആളുടെ ശരീരത്തിനും അതുപോലെ തന്നെ തൻ്റെ ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ, മറ്റു വീട്ടുകാർ, താനുമായി ബന്ധപ്പെട്ടവർക്കെല്ലാവർക്കും ബർക്കത്തുണ്ടാവാൻ വേണ്ടിയും അവർക്കൊക്കെ ശരീരത്തിന് ആഫിയത്തുണ്ടാവാൻ വേണ്ടിയും നിയത്ത് ചെയ്തുകൊണ്ടാണ് മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത്. ഒന്നാമത്തെ യാസീൻ ദീർഘായുസ്സിന് വേണ്ടി, രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ വേണ്ടി, മൂന്നാമത്തെ യാസീൻ തൻ്റെയും തൻ്റെ അധീനത്തിലുള്ള തൻ്റെ ചിലവിൽ കഴിയുന്ന താനുമായി കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തുണ്ടാവാൻ വേണ്ടിയും. ഇങ്ങനെ 3 യാസീൻ ബറാഅത്തിൻ്റെ രാവിൽ ചെയ്യുകയും കരുതുകയും വേണം. അത് വളരെയധികം മഹത്വമുള്ള കാര്യമാണ്.